എൻ്റെ പൊന്നു മോനെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് നല്ല കിണ്ണം കാറ്റ് മഴ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആയിക്കട്ടെ. യൂബർ പ്ലസ് മഴ ഓട്ടം കിട്ടുമോ ഇല്ലയോ. നല്ല വോയിസ് അടിക്കുന്നുണ്ടാവും, എൻ്റെ സ്പീക്കറില്ല, തൽക്കാലം അതൊക്കെ ചെയ്യും. നല്ല മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. എന്നാലും നമ്മൾ ഇറങ്ങേണ്ടത് ഇറങ്ങിയതല്ലേ പറ്റത്തുള്ളൂ. വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്. ചാക്കൊലന്തി മഴ ആയതുകൊണ്ടാണ് ഔട്ടർ വീഡിയോ ഒന്നും കാണാൻ. ഇതാണ് നമ്മുടെ ഗാഡി. അയ്യോ ഭയങ്കര മഴ. അയ്യോ സാധനം യൂബർ ഓണാക്കില്ല മാൻ. യൂബർ ഓണാക്കട്ടെ. എൻ്റെ കളി മൊത്തം യൂബറിലല്ലേ നടക്കുന്നേ. അപ്പം യൂബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇതുണ്ടോ, നല്ല സർജ് വന്നിട്ടുണ്ട്. അതായത് വണ്ടിയില്ല, ആൾക്കാർ തിരക്ക് എന്നുള്ള രീതിയിൽ. ഒന്നും ഓടിയിട്ടില്ല. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഷെയർ മോഷൻ ആക്ടിവിറ്റി ഫോർ ബെറ്റർ നാവിഗേഷൻ. ഓക്കെ. ഹലോ ആക്സിസ് ഹെൽപ്പ് വിത്ത് കുക്കർ കപ്സ്. ആക്സിസ് കൊടുത്തിട്ടുണ്ട്. യൂബർ ഡ്രൈവർ ടു ഫ്രണ്ട്. ഓക്കെ. അപ്പം നമ്മൾ പോസ്റ്റാണ്. ഓർഡർ വരണം, അടി വരണം. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് മഴയല്ലേ, മഴ ആയതുകൊണ്ട് ഇനി എല്ലാവരും ഒന്ന് കൂട്ടി കയറും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓട്ടം കിട്ടിയാൽ നന്നായിരുന്നു. ഓട്ടമുണ്ടോ ഓട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇപ്പം അറിയാം. ഇതിനകത്തിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഓട്ടോ ഉണ്ടോ ഓട്ടോ ഇല്ല, ഓട്ടോ ഉണ്ടോ ഓട്ടോ ഇല്ല, എങ്ങനെയുണ്ട്, കൊള്ളാമോ, നല്ലതാണോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഓട്ടം എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓൺലൈനിലാക്കിയിട്ടുണ്ട്, കണ്ടോ, ഓൺലൈനിൽ നിന്ന് കാണിക്കുന്നുണ്ടോ. അടിച്ചിട്ടുണ്ട് ചക്കരപ്പറമ്പിലോട്ട്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ അടി വന്നിട്ടുണ്ട് ഗൈസ്. CNG ഉണ്ട്. CNG അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ആദ്യം കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. ലൊക്കേഷൻ എവിടെ പോകണാവും. നമുക്ക് തൽക്കാലം വോയിസ് വേണ്ട, അതനുസരിച്ച് അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത കാണിക്കും. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരാപ്പുഴ വരെ എത്തിയിട്ടുണ്ട്. വരാപ്പുഴ ഒരു ചെറിയ ഒരു പാർക്ക് പോലത്തൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ട്രിപ്പ് എടുത്ത് അമൃതയിൽ പോയി, അമൃതയിൽ നിന്ന് ട്രിപ്പ് എടുത്തിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വരെ എത്തി, വരാപ്പുഴ വരെ എത്തി. നോക്കട്ടെ, ഈ 1 വർഷം 9 മാസമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതൊക്കെ എക്സെപ്റ്റൻസും ക്യാൻസലേഷൻ റേറ്റും ഒക്കെ ഇതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടം വരെ എത്തി. ഞാൻ എൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൽ വരാപ്പുഴ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്, അവിടെ വരെ വന്നു. അപ്പോൾ മച്ചാന്മാരെ എന്താ പറയുക, കറങ്ങി തിരിഞ്ഞ് ചേരനെല്ലൂർ തന്നെ വന്ന് കിടപ്പുണ്ട്. പോസ്റ്റാ കുറച്ച് നേരമായിട്ട് ഇരുട്ടായൊന്നും ഒന്നും കാണുന്നില്ല. ഞാൻ കൂടുതലും നൈറ്റാണ് ഓടുന്നത്. നൈറ്റ് ഓടുന്നതെന്ന് വെച്ചാൽ നേരത്തെ മുതൽ ഇറങ്ങിയപ്പോൾ മുതലേ ഈ ഒരു ടൈമിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അത് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതായത് ഒരു 11 മണി 12 മണി വരെയൊക്കെ നൈസായിട്ട് റൂമിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അങ്ങ് ഓടും.
എന്നിട്ട് പിന്നെ പതുക്കെയും കയറും. അതാണ് മൂഡ്. എന്നിട്ട് പിന്നെ ഒരു ഉറക്കമൊക്കെ ഇറങ്ങി പതുക്കെ ഒരു 3:30-4 മണി ആകുമ്പോഴത്തേന് വൈകിട്ടൊന്ന് പിന്നെ ഇറങ്ങും. ഉച്ച സമയത്ത് വെയിലുമാണ്, എന്നാൽ ഓട്ടവും കിട്ടും. വല്ലതും പല സമയം നമ്മളാ സമയത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ടാണ് പിന്നെ അങ്ങ് ഒരു സമയത്ത് തന്നെ ഇറങ്ങാനൊക്കെ കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ അടിച്ച്. ഉച്ചയ്ക്ക് രാവിലെ ഒരു 10 മണിക്ക് ശേഷം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിനും പോകാം. രാത്രിയിലുള്ള ഓട്ടം നടക്കും. രാത്രി നമുക്ക് ഇവിടെ ആയതുകൊണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഓട്ടോ ഓടുക പോവുക എന്നുള്ള മൈൻഡേ ഉള്ളൂ. ട്രെൻഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കളയാം. ട്രെൻഡ് പോരാ. ഒരു സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വല്ല ഓട്ടം വന്ന് കയറി വരണം. പ്രതീക്ഷകളല്ലേ മോനെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം ഒരു പ്രതീക്ഷയുടെ പുറത്തുള്ള പരിപാടിയല്ലയോ. സൈഡിൽ ഫുള്ള് ടോറസാണ്, ടിപ്പറുകളായി കിടക്കുന്നത്. സൈഡിൽ മൊത്തം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പുറകിലും അവിടെ ഇവിടെ എല്ലാം ഈ റോഡ് പണി കിടക്കുന്നതിൻ്റെ ബാക്കിയാ. അപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും എന്താ പറയുന്നത് വീഡിയോസ് ഇങ്ങനെ എടുക്കാതെ. കാരണം ഇരുട്ടല്ലേ, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മാത്രം വെച്ചോ. ഓക്കെ, എന്തായാലും ഒരു ഡാഷ്ബോർഡ് മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചിരുന്ന നൈറ്റ് ഓടുന്നതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ക്യാമറ നൈസായിട്ട് മേടിച്ച് എന്തായാലും വീഡിയോ എടുത്തിടാം. എന്തായാലും ചാനലുണ്ടല്ലോ. അപ്പോൾ നൈസായിട്ട് എന്താ പറയുന്നത് ഒരു ഡാഷ്ബോർഡ് ക്യാമറ മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഇതങ്ങ് മേടിച്ച് ഒരു വീഡിയോ അങ്ങ് എടുക്കാം. യൂബർ എന്നാൽ എന്ത് കൊച്ചിയിൽ ഇപ്പോൾ ബാംഗ്ലൂർ നല്ല ഓട്ടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് മൂഡ്. അപ്പം ഹലോ മച്ചുമ്മരെ. അപ്പം ഇന്നലെ പോലെ വണ്ടിയിലാണ് രാവിലെ ഓട്ടം. ഇന്നലെ കുറച്ച് 2-3 ഓട്ടം ഉള്ളായിരുന്നു രാത്രിയിൽ. അത് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല, ഇരുട്ടല്ലേ, ആർക്കെന്തോ മനസ്സിലാകാൻ. ഇന്ന് രാവിലെ 4 മണി തൊട്ട് ഓടി 2 ട്രിപ്പ് ഓടി. ഓട്ടം ഉണ്ടോ എന്ന് പറയുന്നവർക്ക് ഓട്ടം ഇങ്ങനെയും വരാം. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്തു. അതാണ് മഴ പെയ്ത് വണ്ടിയും മണ്ണലായി. മഴ ഞാൻ കഴുകിക്കൊണ്ട് വന്ന നീ ഇതുകൊണ്ട് കഴുകണ്ടായോ? മൊത്തം അഴുക്കായി. ഇനി ഇതുകൊണ്ട് കഴുകണം. ഞാൻ കഴുകിക്കൊണ്ട് വന്നതാ, മൊത്തം പൊടിയായി. തൂത്ത് കളഞ്ഞാൽ അഴുക്കായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഉജ്ജനമായ സ്ഥലം. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഇനി ഓട്ടം കിട്ടിയിട്ട് വേണം ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാം. പള്ളുരുത്തി സൈഡുണ്ട്, പള്ളുരുത്തി സൈഡ്. രാവിലെ ഇറങ്ങിയാലും രാത്രി ഇറങ്ങിയാലും ആൾക്കാർ വെളിയിൽ ഇറങ്ങിയാൽ മാത്രമേ ഓട്ടം കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇറങ്ങി അങ്ങ് ഓടുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വേറെ അപ്പീലൊന്നുമില്ല. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു കഷ്ടമാണ്. അപ്പം ഇതൊക്കെയാണ് ചെറിയ രീതിയിലുള്ള യൂബറിൻ്റെ അവസ്ഥ. എല്ലാവരും പറയും ഓട്ടം ഉണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഓട്ടം കിട്ടിയില്ലെങ്കിൽ പോസ്റ്റാ. അതായത് ഒരു ചായ പോലും കുടിക്കാതിരിക്കാനുള്ള സമയമുണ്ട്, എന്നാൽ ഇഷ്ടംപോലെ ചായ കുടിക്കാനുള്ള സമയമുണ്ട്. അതായത് ഓട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്. ഒരു മഴയും നല്ല തിരക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഓട്ടം വന്നുകൊണ്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലും വെയിലത്തൊക്കെ പോയി കിടന്ന് വല്ലപ്പോഴും ഒരു ഓട്ടം കിട്ടുന്ന സെറ്റപ്പിലേക്കൊക്കെ ആവും. അത് രണ്ടും നമ്മൾ മാനേജ് ചെയ്യണം. പിന്നെ അതിൽ ഓടാൻ തയ്യാറാവുന്നവരുണ്ടെങ്കിൽ റെൻ്റ് ഓടി നോക്കുക. റെൻ്റ് ഓടിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം, റെൻ്റ് ഒരു 6 മാസമോ 1 വർഷമൊക്കെ റെൻ്റ് ഓടുന്നവരാണെങ്കിൽ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വണ്ടി എടുത്ത് ഓടുക. അതിനകത്ത് നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ പോസ്റ്റാ, ഓട്ടവും കിട്ടത്തില്ല. വെറുതെ ഇവിടെ വെയിലത്ത് വന്ന് കിടന്ന് നമ്മൾ പോസ്റ്റായി പോകും. ഓട്ടോ ഇല്ല, ചാട്ടവും ഇല്ല, വേറെ പരിപാടിയായിട്ട് നടക്കുക അതും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. അതാ ഞാൻ പറഞ്ഞേ, നോക്കിയിട്ടൊക്കെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഇന്നലെ ആ മഴയത്ത് 5 മണിക്ക് 5:30 ആയപ്പോൾ ഇറങ്ങി. മഴയായതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങിയപ്പോൾ തന്നെ 2-3 ഓട്ടം കിട്ടി. പിന്നെ രാത്രി 2-3 ഓട്ടം.
ട്രിപ്പ്. ഓട്ടം എന്ന് പറഞ്ഞാൽ ട്രിപ്പാണ് അടിക്കുന്നത്, വലിയ ഓട്ടമൊന്നുമല്ല. അതടിച്ച് നേരെ ഒരിടത്ത് പോയി കിടന്നു. ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അവിടുന്ന് 11 മണിയായി, 12 മണിയായി, 1 2 3 അടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറുതെ CNG കത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് സെൻറ്റർ, അവിടെ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അടി വരുന്നൊരു സ്ഥലമാണ്, ട്രിപ്പ് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ എന്തോ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടോ ട്രിപ്പ് അടിച്ചില്ല. അതൊരു ടൈം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ അതടിക്കാഞ്ഞുകൊണ്ട് നേരെ അവിടെ തന്നെ കിടന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ നൈസായിട്ട് ഉറങ്ങിപ്പോയോ എന്ന് എനിക്ക് സംശയം. ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് രാവിലെ 4 മണി 5 മണിക്കായി, 5:15 എങ്ങാണ്ട് ട്രിപ്പ് അടിച്ചു. 5:15 ട്രിപ്പ് അടിച്ച് സൗത്തിൽ വന്ന്, സൗത്തിൻ്റെ അവിടുന്ന് വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കിടന്ന് മെഡിക്കൽ ഡ്രസ്സിൻ്റെ അവിടുന്ന് ആളിനെ എടുത്തിട്ട് വന്നു. ഈ ആളിനെ കാണിക്കാത്തെന്ന് വെച്ചാൽ യൂബർ പോലും കസ്റ്റമറുടെ ഐഡൻറ്റിറ്റി ഹൈഡാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഹൈഡ് ചെയ്തിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും ട്രിപ്പ് വരുമോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ കിടന്നിട്ട് പോസ്റ്റാ കുറച്ചു നേരമായി, 3/4 മണിക്കൂർ മേളിലായി. അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി ഏരിയ ചേഞ്ച് ആവാം. ശിവതം ശിവപാർവം പാട്ടൊക്കെ ഇട്ട് പോയാലോ? പാട്ടൊക്കെ ഉണ്ട്, പാട്ടൊക്കെ നമുക്ക് പിന്നിടാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മൂവ് ആവാം അല്ലേ, ചേഞ്ച് ആയി നോക്കും. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും സ്വന്തം വണ്ടിയിലാണ് വരുന്നതേ ഉള്ളൂ. CNG അടിക്കണം, CNG തീരാറായി. ഇന്നലെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ CNG അടിച്ചിട്ട് വന്നാ. ഒരു 100-207 കിലോമീറ്റർ നാട്ടിൽ നിന്ന് ആ ലോങ് വന്നത് കൊണ്ട് ഓടി. ചാത്താകുമ്പോൾ പിന്നെയും തിരക്കാവും. ഇച്ചിരി അകത്തോട്ട് മാറിയാ ഞാൻ ഡ്രോപ്പ് ചെയ്ത കസ്റ്റമറിനെ, അതായിരിക്കണം. കുറച്ച് വെള്ളിലോട്ട് ഇറങ്ങി കിടക്കാം. മുണ്ടമ്പയിൽ സൈഡ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ഫോട്ടോ വെച്ചേക്ക് പോവാം. ഇവിടെ സ്കൂളുണ്ടെന്ന് തോന്നുന്നു, കുറേ സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. നൈസായിട്ടൊരു ചായ അടിക്കുന്നതിനെ പറ്റി എന്താണ് തീരുമാനം? ഒരു ചായ അടിച്ചാലോ? രാവിലെ ഒരു ചായ അടിച്ച് ഫ്രഷായിട്ട് ഇറങ്ങായിരുന്നു. ഫ്രഷ് എന്നൊന്നും ഇല്ല, ഓൾറെഡി തുടങ്ങി. ഇനി അതിനകത്ത് പോകാന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു ചായ അടിച്ചാൽ ഒരു ഫ്രഷ് ആയിന്. ചായ കോഫിയോ വണ്ടി സൈഡിൽ ഉണ്ട്. ഒരു മീൻ വിൽക്കുന്നുണ്ട്, പച്ചക്കറി വിൽക്കുന്നുണ്ട്, അയില മത്തി ചൂറ് ചോര, ചോരയല്ല ചോര. നൈസായിട്ട് ഇവിടെ നിന്ന് വെളിയിലിറങ്ങി കുറച്ച് മെയിൻ റോഡിലോട്ട് കിടക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വരാതിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇന്ന് വേറെ ചെറിയ പരിപാടിയുണ്ട്, ഇന്ന് അങ്ങോട്ടൊന്ന് പോകണം. പറയാം. എന്താണ് മാൻ, രാവിലെ ആരും ജോലിക്കൊന്നും പോകുന്നില്ലയോ? ജോലിക്ക് പോകുന്നവരൊക്കെ വണ്ടിയില്ല. ഞാൻ വണ്ടി ജയിച്ചായിട്ടൊന്ന് തുടച്ച്, ഇന്നലെ കഴുകിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാ. മഴ നല്ലപോലെ അങ്ങ് പെയ്തായിരുന്നെങ്കിൽ ഇത്രയും പൊടിയില്ല. പെയ്ത് ചെറിയ തുള്ളി ഇരുന്ന് ഉള്ള പൊടി ഇല്ലാതെ അടിച്ച് ആ തുള്ളിക്കകത്ത് നിന്ന് അത് അവിടെ പൊടിയായിട്ടങ്ങ് ഭയങ്കര പൊടിയായിരുന്നു. പിന്നെ നൈസായിട്ട് അങ്ങ് തുടച്ച്. 2 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്, അത് വെച്ചിട്ട് നൈസായിട്ട് ഇതിങ്ങനെയൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ. അല്ലാതെ ചെറിയ പൊടി വരുന്നുണ്ടെങ്കിൽ പോയി വണ്ടി വാഷ് ചെയ്താൽ 500 രൂപ അവിടെ തീരും. കണ്ടോ, അവനൊക്കെ വണ്ടി വാഷ് ചെയ്യുന്നുണ്ടോ, ബക്കറ്റ് വെള്ളം കൊണ്ടുവച്ച് അടിച്ച് കഴുകുന്നു. ഒരു ചായ കുടിക്കാനാണെങ്കിലും ചായക്കടയൊന്നും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം തപ്പുമ്പം അല്ലെങ്കിൽ അതിന് വേണ്ടി പോകുമ്പം അങ്ങനെ ആ സാധനം കാണത്തില്ല. ചായ ഇത്ര നേരം ചായക്കട കണ്ടില്ലേ?
ചായ 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 കഥ. ചായ കുടിച്ച് അവിടെ നൈസായിട്ടിരിക്കാമെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ട്രിപ്പ് അടിച്ചാനായിരുന്നു. എവിടെ കട ലോട്ടറിക്കാരനൊക്കെ കയറി ഇങ്ങി വരുവോ? പോസ്റ്റാണല്ലോ ഇന്ന് രാവിലെ 2 അടി കിട്ടിയായിരുന്നെങ്കിൽ നൈസായിട്ട് അങ്ങ് പോവായിരുന്നു. ഇനി എനിക്ക് ഡ്രൈവിംഗ് ടൈം ഇനി 9 മണിക്കൂർ 52 മിനിറ്റുകളുണ്ട്. ഓട്ടം കിട്ടിയാലല്ലേ ഡ്രൈവിംഗ് ടൈം കുറയത്തുള്ളൂ. പക്ഷെ ഈ പോകുന്നതിൻ്റെ ഒക്കെ ടൈം കുറയും. അതാണ് ഈ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നാലും ഇതിന്റെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചക്ക കൊണ്ട് വിൽക്കുന്ന കണ്ടോ? ചക്ക കൊണ്ട് തൂക്കിയെടുത്ത് വിൽക്കുന്നു. പോസ്റ്റാന്നല്ലോ ദൈവമേ ഇന്ന്. എവിടെന്നെങ്കിലും ഒരു ട്രിപ്പ് അടിച്ചായിരുന്നെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് മാറി വേറെ ഏരിയയിലോട്ട് പോകായിരുന്നു. ഓരോ ദിവസവും ഓരോ ആൾക്കാർ ഓരോ ഏരിയ. അടിപൊളി. എന്ത് നല്ല ആചാരം. കടയുണ്ട്, പക്ഷെ അത് തുറന്നില്ല രാവിലെ. എല്ലാം പോസ്റ്റാ. നല്ല വെയില് വായി തുടങ്ങിയിട്ടുണ്ട്. വെയിലായി വെയിലായി പൊട്ടേന്നാ പൊടി കയറുന്നേ. വണ്ടി പോകുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. നല്ല പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് സെക്കൻഡിന് പൊടിയാ. നല്ല പൊടി അടിക്കുക. ഗ്ലാസ്സൊക്കെ തോന്നിട്ട് പോയ വണ്ടിക്കകത്ത് ഫുള്ള് പൊടിയായിരിക്കും. മാക്സിമം ഗ്ലാസ് AC ഇട്ട് പോവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ പൊടിയുടെ കാര്യം ആലോചിച്ചിട്ട് ഇതിനകത്തും പോയി നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. അത് ആലോചിച്ചിട്ട് മാത്രമാണ് AC ഇട്ടിട്ട് പോകുന്നത്. ഇപ്പൊ ചൂടാവും. ഇന്നലെ മഴ പെയ്തപ്പോ ഒന്ന് ആസ്വദിച്ചായിരുന്നു, ഒന്ന് ആഗ്രഹിച്ചായിരുന്നു. നല്ല തണുപ്പാന്നല്ലോ. ഇന്ന് അതിന്റെ ഇവിടെ കിട്ടുന്നുണ്ട്. രാവിലത്തെ വെയിലിനെല്ലാം നല്ല ചൂടാണ്. ഇന്നിനി പുഴുങ്ങിയെടുക്കും. ഇന്ന് കപ്പപ്പുഴുക്കാവും ഇന്നിവിടെ. നല്ല ചൂടാണ്. ഉള്ള ചൂട് തന്നെ നല്ല വെയിലടിക്കുന്നു. ഈ രാവിലത്തെ സമയത്ത് വേറൊരു വിഷയം, വണ്ടി എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റും. ഒതുക്കി ഇടാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും തിരക്ക് രാവിലെ ഇറങ്ങുന്നോണ്ട് എല്ലാരും അങ്ങ് പറത്തി വിട്ടങ്ങ് പോകും. വണ്ടി ഒന്ന് ഒതുക്കി ഇടാനുള്ളൊരു സ്പേസ് ഇനിയും കിട്ടത്തില്ല. നോക്കാം, കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ട്രിപ്പ് കിട്ടുമോ നോക്കാം. ഇന്ന് ട്രിപ്പ് കിട്ടിയില്ലത്തേപ്പാ. മാസത്തിന്റെ പകുതിയായി. പെട്ടെന്ന് പോകുന്നു ഈ മാസമൊക്കെ. പകുതി 10, 11, 12 ഒക്കെ ആയി. ഫെബ്രുവരി ഒക്കെ ഏത് വഴി പോയാ ഓരോ ദിവസം കാണാൻ പോലും ഇല്ലായിരുന്നു. സൗണ്ട് പോയെന്നാ തോന്നുന്നത്. കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ സൗണ്ട് ഇങ്ങനെ അടയും. എന്താ തണുപ്പടിക്കുന്നോണ്ടാന്ന് തോന്നുന്നു. കറക്റ്റ് ഇപ്പം പറഞ്ഞാൽ തോപ്പുംപടിയായി. തോപ്പുംപടിയിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ചേച്ചി രാവിലെ തിരക്കായി മോനെ. രാവിലെ നല്ല തിരക്കായി. പോട്ടെ.
രാവിലെ എല്ലാവരും ജോലിക്കിറങ്ങി, നമ്മളും ജോലിക്കണം. എല്ലാവരും തിരിച്ചു കഴിയുമ്പോഴും നമ്മൾ ജോലിക്കണം. നല്ല ട്രിപ്പ് കണക്ട് ചെയ്ത് ഇത്രയായി വരത്തുള്ളൂ. ഹാർബർ ബ്രിഡ്ജ്, പഴയ ബ്രിഡ്ജിലേക്ക് ഇത്ര സമയമായേ നിങ്ങൾ കണ്ടോണ്ടിരിക്കാന്ന്. അവരടി പോലും വന്നില്ല. 8:45. 8 മണിക്ക് കണ്ട് ട്രിപ്പ് എടുത്ത. ഇപ്പൊ 8:45. കഴിഞ്ഞ ദിവസം ഇവിടെ ആരാണ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, പറഞ്ഞ ഓട്ടോ ഒക്കെ ആയിട്ട് കൊയ്യ് വാങ്ങ ഇല്ലയോ? ഞാൻ പറഞ്ഞ കൊയ്യ് വാ, ഞാൻ നെല്ല് വിതച്ചതേ ഉള്ളൂ, കുറച്ചുകൂടെ മൂക്കാനുണ്ട്, കൊയ്തെടുക്കുവാന്ന് പറഞ്ഞു. പറഞ്ഞ ഓട്ടം കണ്ടപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ഉണ്ടോ. ഇതൊക്കെയാണ് അവസ്ഥ. അന്നേരം ചോദിക്കുക എന്ന് നിർത്തിയിട്ട് വേറെ പണിക്ക് പോക്കൂടെ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഓട്ടം ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ഓട്ടം കുറവാ എന്നൊക്കെ പറയും ഉടനെ. എന്നാ പിന്നെ വേറെ പണിക്ക് പോക്കൂടെ? എന്തുകൊണ്ട് എന്റെ പുറകെ ഇരിക്കുക? നമ്മളൊരു ജോലിക്ക് പോകുമ്പം ചിലപ്പോൾ സാലറി കുറവായിരിക്കും, ചിലപ്പോൾ സാലറി കൂടുതൽ കിട്ടും, ഇൻസെന്റീവ് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടല്ലോ. അതുപോലെ തന്നെയുള്ളു ഇത്. അങ്ങനെ ഒരു കാര്യമുള്ളൂ മാൻ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ജോലിക്ക് ശമ്പളം കൂടുതൽ കിട്ടും, കുറവ് കിട്ടും എന്നുള്ള സ്കീം ഉണ്ടല്ലോ. അതൊക്കെ തന്നെ ഉള്ളൂ ഇതിനും. ചിലപ്പോൾ ഓട്ടം കിട്ടും, ഓട്ടം കുറയും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം. ചിലപ്പോൾ ഇൻസെന്റീവ് കൂടുതൽ കിട്ടും, ഇൻസെന്റീവ് കുറവ് കിട്ടും, അങ്ങനെ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഞാൻ ഈസായിട്ട് ബ്ലോട്ട് അങ്ങ് ഒതുക്കാമെന്ന് വിചാരിക്കുന്നു. അയ്യോ, ചെറിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും കൊണ്ട് ഒതുക്കാം. പമ്പിൻ്റെ അവിടെ വെയിറ്റ് കരൂ. ഇനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. 10 മണിയാകുമ്പോഴത്തേക്കിന് പോയിട്ട് വേറെ ചെറിയൊരു അവിടെ പാക്ക് ചെയ്യുന്ന ബോട്ടിൽ നോക്കാൻ പോകണം. ചെറിയൊരു പരിപാടിയുണ്ട് നമുക്ക്. ഒരു ഹോം മെയ്ഡ് പിക്കിൾസിൻ്റെ ഒക്കെ ഒരു ചെറിയ പ്രൊജക്റ്റ് ഉണ്ട്. അത് ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. പിക്കിൾസൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ഇങ്ങനെ അച്ചാർ, ബീഫ് അച്ചാറൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളോട് അതിനകത്ത് ചെയ്താൽ വിജയിക്കുമോ എന്ന് അറിയത്തില്ല. എന്നാലും ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരാൾ, നമ്മുടെ ഒരു ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് വിചാരിച്ചു, എന്നാൽ പിന്നെ അതെടുത്തിട്ടങ്ങ് മാർക്കറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. എന്തെല്ലാം ഹോം മെയ്ഡ് സാധനമാണല്ലോ. ഇടയ്ക്ക് ഞാൻ വീഡിയോ കാണിക്കാം. 8:46. എന്താണ് മായനടി വരാത്തെ? അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണ ഈ സമയത്തൊക്കെ അടി വരുന്ന കമ്മീഷൻ കൊടുക്കണം. ഇവരുടെ കമ്മീഷനുണ്ട്, അത് കൊടുക്കണം. അതിപ്പോഴേ കൊടുക്കണ്ട, എന്നാലും കയ്യിലുള്ളപ്പോൾ കൊടുത്തിടുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എത്ര ഇന്നത്തെ കമ്മീഷനോട് കൂട്ടിയിട്ട് അങ്ങാണ്ട് 94 രൂപ കമ്മീഷൻ. അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് പോയി, അങ്ങനെ അത് പേയ്മെന്റ് ചെയ്തേ. താങ്ക് യു. അങ്ങനെ ആ പേയ്മെന്റ് ആയി. നൈസായിട്ട് കയ്യിലുള്ളപ്പോൾ കൊടുത്തിടുക എന്നുള്ളത് കേട്ടല്ലോ. ഇപ്പോഴും ഇത്രയൊന്നും കൊടുക്കണ്ടെന്നല്ല, കയ്യിലുള്ളപ്പോൾ കൊടുത്തിടുക എന്നേ ഉള്ളേ. പിന്നെ അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആരും ട്രിപ്പ് എടുക്കാത്തതുകൊണ്ടാ. വരും, വെയിറ്റ് ചെയ്യാം. പോസ്റ്റ് ആണല്ലോ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിലേ, ട്രിപ്പ് കിട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമുക്ക് വിഷയമില്ല, നമുക്കൊരു മടുപ്പ് വരത്തില്ല. ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ. 1 മണിക്കൂറൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ പിടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ 1-2 മണിക്കൂർ കഴിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ പോസ്റ്റ് ആവുകയെന്ന് വെച്ചാൽ അതൊരു മടുപ്പാണ്. മടുപ്പതിനെക്കാട്ടിലുപരി ഭയങ്കര ടാസ്ക്. അത് നമ്മൾ വെറുത്തു പോകും. അത് ചൂടോടാണെങ്കിൽ അങ്ങ് പുഴുങ്ങും.
എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി ഓടിക്കുന്ന തന്നെ പയ്യന്മാരെ കിട്ടും. അവരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ശരിക്കോ പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ല പൊന്നോ, എയർപോർട്ടിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടു. ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ ചിരിക്കാനുള്ളതുണ്ടാവും. എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അവിടെ പോയി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലൈറ്റിനകത്തുള്ള ആൾക്കാർ ഡൊമസ്റ്റിക്കിൽ വന്ന് ആ ഡൊമസ്റ്റിക്ക് വരുന്ന ആൾക്കാർ വേണം നമുക്കിത് ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഊബർ ട്രിപ്പ് എടുത്തിട്ട് അവരുടെ സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരും. ചിലപ്പോൾ 100 വണ്ടി 150 വണ്ടിയൊക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അത് ഓടാൻ നിൽക്കുന്ന എല്ലാവരും ഒന്ന് കൂടെ കുടിക്കോ, നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് ഫുൾ കാണിച്ചു തരും. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വരണോ വേണ്ടയോ ചിന്തിച്ചാൽ മതി. ഇപ്പം കഴിഞ്ഞ ദിവസം 4 പേരെ ഞാൻ എയർപോർട്ടിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അവന്മാർ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവന്മാർ യൂബർ ഓടുന്നവന്മാരാണ് ഇവിടെ. അവർ ബാംഗ്ലൂർ പോവാണ്. ബാംഗ്ലൂർ യൂബർ ഓടാൻ പോവാ. അവിടുത്തെ അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാലും അവിടെ റെന്റിന് വണ്ടി കിട്ടുമല്ലോ, ഇവിടെ റെന്റിന് വണ്ടി കിട്ടും. അപ്പം അവന്മാരെല്ലാം അവിടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. 4 പേര് പോയി. വേറെ ആരൊക്കെ പോയെന്ന് എനിക്കറിയത്തില്ല. ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ നൈസായിട്ടൊന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ഓടി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് വരട്ടെന്ന് ഞാനും വിചാരിച്ചു. പോയിട്ട് വന്നിട്ട് റിപ്ലൈ പറയണേ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റു ചെറിയ വിഷയങ്ങളൊക്കെ ആയി പിന്നെ എല്ലാവരും ഇപ്പോൾ യൂബർ വിളിക്കുന്നുണ്ട്. ഇവിടെയും വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഓട്ടോ വിളിക്കുന്നുണ്ട് ആൾക്കാർ. ഓട്ടോയ്ക്ക് ചാർജ് കൂടുമ്പോൾ കാർ വിളിക്കും. നമ്മൾ യൂബർ ഗോയാണ്, ജസ്റ്റ് ഗോ മാത്രം. നമ്മുടെ ഇയോണാ വണ്ടി, കൊച്ചു വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഗോ മാത്രം. എല്ലാവരും ബസ്സിൽ രാവിലെ ഇറങ്ങിയിട്ട് നടന്നു പോകുന്നു ജോലിക്ക്. വെറുതെ എന്തിനാ 100 രൂപ മിനിമം ചാർജെങ്കിലും കൊടുക്കുന്നത്? 75 രൂപ 65 രൂപ 75 രൂപയാണ് മിനിമം ചാർജ് ഇതിൻ്റെ ബേസ്. ചാർജുണ്ട് ഇതിനകത്തിൽ. വേബിൽ നോക്കി കഴിഞ്ഞാൽ 75 രൂപയാണ് ബേസും, പിന്നെ 11 രൂപ കിലോമീറ്ററിനും 1 രൂപ മിനിറ്റിനുമുണ്ട്. ചിലപ്പോൾ അതിങ്ങോട്ട് മാറിയും പറഞ്ഞൊക്കെ നിൽക്കും, അതിന് കാര്യമില്ല. എന്നും സെയിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ സ്വന്തമായിട്ട് പരിപാടി ചെയ്യുന്ന പോലെ ഉള്ളൂ ഇത് എന്ന് വിചാരിക്കാവൂ. അതായത് ഓട്ടം ഇത് നമ്മൾ സ്വന്തമായിട്ട് നമുക്കാരും പറയാം നിനക്ക് വേണേ ഓടിയാൽ മതി എന്നുള്ള സെറ്റപ്പ്. നിനക്ക് വേണേ ഓടുന്നില്ലെങ്കിൽ ഓടണ്ട, ആ മൈൻഡേ ഉള്ളൂ. അല്ലാതെ നിർബന്ധിച്ചിട്ട് നീ ഇന്നതുപോലെ പോയിട്ട് പണിയെടുക്കണമെന്നൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ സ്കീമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ പണിയെടുപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തോന്നിയ പോലെ ഓടുകയും ചെയ്യും. നമുക്ക് പൈസ കറക്റ്റ് കിട്ടത്തുമില്ല. ഇതിനകത്തിലും ഈ ജോലിക്ക് ഇറങ്ങുന്ന പോലെ തന്നെ കറക്റ്റ് കാര്യമുണ്ട്. രാവിലെ ഇറങ്ങുന്നത് രാവിലെ കറക്റ്റ് ടൈമിന് ഇറങ്ങുക, വൈകിട്ട് കയറുക, അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നവരാണെങ്കിൽ കറക്റ്റ് 4 മണി 5 മണിയാകുമ്പോൾ ഇറങ്ങുക, ഫുള്ള് രാത്രിക്ക് ഓടുക, തിരിച്ച് റൂമിൽ കയറുക, എന്നിട്ട് ഉറങ്ങുക, വീണ്ടും ഇറങ്ങുക. ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നൈസായിട്ട് ഓട്ടം മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാര്യങ്ങൾ യൂബറിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നു. ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഈ ദിവസമൊക്കെ എങ്ങനെ പോയി? ഇന്ന് വ്യാഴം വെള്ളി ശനി, വീക്കെൻഡ് അടുക്കാറാവുന്നുണ്ട്. നോക്കാം നാളെ മറ്റന്നാളും ഒക്കെ ഓട്ടം ഉണ്ടോന്ന്. ഇന്ന് ഏതെങ്കിലും ഒരു ഓട്ടം കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോയിരുന്നു. റൂമിൻ്റെ അടുത്ത് വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ ജസ്റ്റ് റൂമിൽ കയറി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഇറങ്ങായിരുന്നു. വൈകിട്ട് ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മളൊരു ടൈമിങ്ങിന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പ്രയോറിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആ സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ടൈമാണ് നമ്മുടെ ടൈം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നോ എൻ്റെ യൂബറിൻ്റെ അൽഗോരിതം എനിക്കിതൊരു സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പല സമയത്തും പലതാ. അവരിങ്ങനെ എനിക്കൊന്ന് 2 ആഴ്ച കൂടുമ്പോൾ ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ നല്ലതായിട്ട്. ചിലപ്പോൾ വേറെ അൽഗോരിതം ആയിരിക്കും, ചിലപ്പോൾ ട്രിപ്പ് പ്രയോറിറ്റി കൊടുക്കുന്ന അൽഗോരിതം ആയിരിക്കും.
അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്ന സമയത്ത് ഇറങ്ങുന്നതെന്ന് നോട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് ഇറങ്ങുമ്പോൾ ഓട്ടം കിട്ടും. അല്ലാത്ത സമയത്ത് ഇപ്പം നമ്മൾ രാവിലെ ഇറങ്ങുന്ന ടീമുണ്ടാവും, ഡെയിലി രാവിലെ തന്നെ ഇറങ്ങുന്ന ടീമുകളുണ്ടാവും, വണ്ടി ഓടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കണ്ട, അവരെല്ലാ ദിവസവും ആ സമയത്തല്ലേ ഇറങ്ങുന്നത്. ആ സമയത്ത് ഇറങ്ങുമ്പോൾ അവർക്ക് അന്നേരം ഓട്ടം കൊടുക്കണ്ടേ. അപ്പോൾ അവരെ മടുപ്പാവത്തില്ല അവർക്കില്ലെങ്കിൽ. നമ്മൾ വൈകിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വൈകിട്ടാണ് ഇറങ്ങുന്നതെന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അപ്പം വൈകിട്ട് മുതൽ ഇന്ന സമയം വരെയാണ് നമ്മൾ ഓടുന്നതെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഓട്ടം നമുക്ക് തരും, രാവിലെ ഇറങ്ങുന്ന ഓട്ടം അവർക്ക് കൊടുക്കും. പിന്നെ ആരും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ഓട്ടം നമുക്കും തരും. അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ. അങ്ങനെ പോകുന്നു. ഇതുവരെ എനിക്ക് തോന്നുന്നു ഞാൻ 1825 ട്രിപ്പ് മൊത്തത്തിൽ അത്രയും ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ 2000 ആവും ഇപ്പൊ ട്രിപ്പ്. രാവിലെ എല്ലാരും ജോലിക്ക് പോകുന്നു. നോക്കാം ഇല്ലയോ? പോസ്റ്റാ. ഞാൻ ഒരു ചായ കുടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരട്ടെ. രാവിലെ ഒരു ചായ മസ്റ്റാ. ഓക്കെ, അപ്പോൾ നമ്മൾ CNG ഫില്ല് ചെയ്യാനെ കൊണ്ട് വന്നത്. CNG നമുക്ക് ഫുള്ള് റെഡിലായി. ആക്കരുത് എന്നാലും കണ്ടോ ലാസ്റ്റ് എൻഡിലായി. അപ്പോൾ CNG അടിക്കണമെങ്കിൽ നമ്മളിനി ബോണറ്റ് പൊക്കണം. ബോണറ്റ് പൊക്കി ബോണറ്റ് ഫ്രണ്ടിൽ നമ്മൾ സെപ്പറേറ്റ് വെച്ചാണല്ലോ, അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ഫ്രണ്ടിലാണ് നമ്മളത് ചെയ്യുന്നത്. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറ്റി ഇടണമായിരിക്കും. നോക്കട്ടെ. പുതിയതാ? 2 മാസം ആയില്ല. അത് 601 രൂപ 43 പൈസ. ഗൂഗിൾ പേ ഒരൊറ്റ പൈസ കയ്യിലോട്ട് വരുന്നില്ല, എല്ലാം ഗൂഗിൾ പേ. ഡിജിറ്റൽ ഇന്ത്യ എന്തിനാ ഗൂഗിൾ പേ? ഏതാണ്? ഞാൻ എടുത്തില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട്. കൂടെ അങ്ങനെ CNG അടിച്ച് ഫില്ല് ചെയ്ത് ഇറങ്ങി. ഒരു ഓട്ടം വരുന്നുണ്ട്. ഓക്കെ, എടുക്കട്ടെ. ഹലോ, ഞാൻ നാളെ കാക്കനാട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. പറഞ്ഞോ. തിരിച്ച് ചേച്ചി എപ്പോഴത്തന്നെ ഇറങ്ങും? കാക്കനാട് ഞാൻ ഇങ്ങനെ അറ്റ ചേച്ചി, നമ്മുടെ ആ ചിറ്റിലപ്പള്ളി സൈഡ് ഉണ്ടല്ലോ, അതായത് വള്ളത്തോളിനും കാക്കനാട് ഇടയ്ക്കൊരു ഏരിയ ഉണ്ടല്ലോ, മറ്റേ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവിടുന്ന് പത്തടിപ്പാലം ഇറങ്ങിയാൽ മതിയേ. ആ, പത്തടിപ്പാലം ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ചേർന്നല്ല റൂട്ട് പോകാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് കളമശ്ശേരി വഴി അങ്ങോട്ടങ്ങ് വന്നാൽ മതി. അപ്പം ഒരു ഓട്ടം വന്നിട്ടുണ്ട്. അപ്പം ആ ഓട്ടത്തിലേക്ക് പോവാം. ട്രിപ്പല്ല, അത് നമ്മുടെ ഒരു അല്ലാതെ വന്നൊരു ഓട്ടമാണ്. ആ ഓട്ടം പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനം എടുത്തിട്ട് ചേച്ചിയുടെ വീട്ടിൽ കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ഒരു ചേച്ചി ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നു, ഹോം മെയ്ഡ് സ്ക്വാഷസും പുഡിങ്, കേക്ക്, പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം അവിടത്തേക്ക് ഫില്ല് ചെയ്യാനുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കഴിഞ്ഞില്ല. ഇന്നത്തെ ഒന്ന് റൂമിൽ കയറിയിട്ട് വേണം ബാക്കി. ഓക്കെ, അപ്പം ചേച്ചി പിക്ക് ചെയ്യട്ടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജിങ്സ് ആണ്, A to Z പാക്കേജ് എന്ന് പറഞ്ഞിട്ട്
എന്തിന്റെ പ്രൊഡക്റ്റിന് വേണമെങ്കിലും പാക്കിങ്, പൊടികൾ, അച്ചാറുകൾ, സ്ക്വാഷസ്, അങ്ങനെയുള്ള എല്ലാത്തിനുമുള്ള പുട്ടുപൊടി, അരിപ്പൊടി, പുട്ടുപൊടി, വാവപ്പൊടി, എല്ലാ ഐറ്റംസിനും ഉള്ള പൊടികൾ, ലിക്വിഡിനുള്ള ബോട്ടിൽസ്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെ നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്ക്വാഷസിൻ്റെയും അല്ലെങ്കിൽ പിക്കിൾസിൻ്റെയും ഒക്കെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി വന്നേ. അതിൻ്റെ ഗോഡൗൺ ഏരിയ ഇത്. അതിൻ്റെ ഗോഡൗണിൽ നിന്ന് നമ്മൾ സാധനം എടുത്തിട്ട് നമ്മളിനി വണ്ടിയെ കയറ്റണം. അതാണ് പരിപാടി. അങ്ങനെ അച്ചാറിനുള്ളതും സ്ക്വാഷിനുള്ളതും ആയി. ഇതാണ് നമ്മുടെ അച്ചാറുണ്ടാക്കുന്ന ഇത്. ഇത് പക്ഷെ വെറൈറ്റി ബോട്ടിലാട്ടോ. ഞാൻ അന്നേ കണ്ടപ്പോഴേ വിചാരിച്ചതാ. തുറന്നോ, ആ സീറ്റ് തുറക്കി. വെയില, ഈ വെയിലത്ത് നമ്മൾ കിടന്ന് യൂബർ ഓടിക്കുമ്പോ പറയും ഓ. ആ അതേ ഉള്ളു. അവിടുന്ന് പിന്നെ നേരെ വന്നത് ഇതുപോലുള്ള കപ്പ് കേക്ക്സിനെയൊക്കെ മൗൾഡ്, അതിൻ്റെ പാക്കിങ്, കേക്ക് പാക്കിങ്, അതിൻ്റെ അതൊക്കെ സാധനങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നമുക്കിങ്ങനെ കഴിക്കാൻ മാത്രമല്ല നമുക്കത് കുക്കിങ്ങിൻ്റെ ഒരുപാട് യാതൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നു. ആ വലുത് മഫിൻസ് കൊടുക്കാനാ? ആ ഓക്കെ ഓക്കെ, ടേസ്റ്റ് നോക്കാൻ, സാമ്പിൾ കൊടുക്കാൻ. അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് വേണോ? ഇത് വേണ്ടേ? വലുത് മേടിക്കണം. ഈ അടച്ചു കപ്പ് കേക്ക് വെക്കുന്നല്ലേ, അതിന്റെ അടച്ചു വെക്കുന്നത് അതിന്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട്. ഇത് ചോദിക്കാതെ ചോദിക്കാവും. ഇത് വെറൈറ്റി ഉണ്ടല്ലോ, എല്ലാം ഓരോ റേറ്റ് ആയിരിക്കും. ഇതിന്റെ റൗണ്ടിന് എല്ലാം റേറ്റ് ആയിരിക്കും. അത് വെച്ച് ബേക്ക് ചെയ്തിട്ട് അല്ലേ? അപ്പം നേരെ തന്നെ ഇതിനകത്ത് ചെയ്താൽ മതിയല്ലേ? അപ്പം അപ്പൊ 25 രൂപയുണ്ട്. അങ്ങനെയാണെ കൊള്ളാം. സംഭവം കളർ വേറെ ഉണ്ട്. കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ചേച്ചി എനിക്ക് ഹോം മെയ്ഡ് ഫലൂഡ ഉണ്ടാക്കി തന്നു. ഇന്ന ടേസ്റ്റ് അതൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയതാ. നോക്കട്ടെ എല്ലാ സാധനങ്ങളും ഇടുന്നുണ്ടോ നോക്കട്ടെ. ഹോം മെയ്ഡ് ഫലൂഡ ഇവിടെ വന്ന് ചേച്ചി ഉണ്ടാക്കി തരും. ഓർഡർ ഉണ്ടെങ്കിലും കൊടുക്കാം അല്ലേ? ഇനിയുണ്ടോ? സാധനങ്ങൾ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ കഴിക്കട്ടെ. പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട്. ഇത് എന്ത് വേറെ ഐറ്റം ഉണ്ടോ? കന്നിമാങ്ങ. ഇത് എത്ര ദിവസമാ? 20 ദിവസം. കുലിക്കുക ഫ്രഷ് ആയിട്ട്. ഇനി അടുത്ത ബീഫ് പിക്കിളേ ഉള്ളൂ. ബീഫ് ഉണ്ടാക്കിയോ? ബീഫ് ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ. അപ്പോൾ ഹലോ ഗൈസ്, ചേച്ചിക്ക് പാഴ്സൽ എത്തിച്ചു കൊടുത്ത് ആ ബോട്ടിലും കൊടുത്ത് യൂബർ ഓണാക്കി തിരിച്ചിന് റൂമിലോട്ട് പോകണം. അപ്പോൾ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞ് മൊത്തോതി കഴിഞ്ഞ്. ചേച്ചിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓട്ടം കിട്ടിയോണ്ട് കുഴപ്പമില്ലാതെ ഇന്നത്തെ ദിവസം അങ്ങ് പോകുമെന്ന് വിചാരിക്കുന്നു. നൈറ്റോട് ഓട്ടം കിട്ടിക്കേ. ഇനിയിപ്പോൾ നേരെ ഒന്ന് റൂമിൽ പോകണം, ഫ്രഷ് ആവണം, ഒന്നുകൂടെ ഒന്ന് ഇറങ്ങണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ പോയിട്ട് വീണ്ടും കാണാം. ഇന്ന് ആകെ ഓടിയത് 2 രൂപയ്ക്കാണ്. അയ്യോ, 3 ട്രിപ്പ് എടുത്തുള്ളൂ. ഇനി ഓണാക്കിയിട്ട് വേണം അടുത്തത് ഓടാൻ വേണ്ടിയിട്ട്. ട്രിപ്പ് അടിച്ചിട്ട് വേണം അടുത്ത് ഓടാൻ. അപ്പം എന്തായാലും ഇനി നാളത്തെ വീഡിയോ കാണാം. ഓക്കെ.